ഏറ്റവും പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങളും ഫ്ലൈറ്റ് ട്രാക്കർ ഡേറ്റയും സൂചിപ്പിക്കുന്നത് ചരിത്രം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത്രയും യുദ്ധവിമാനങ്ങൾ യൂറോപ്പിലും മിഡിൽ ഈസ്റ്റ് മേഖലകളിലുമായി വിന്യസിക്കപ്പെട്ടിരിക്കുന്നു എന്നാണെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുകയാണ്. 150-ലധികം യുദ്ധവിമാനങ്ങൾ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി യൂറോപ്പിലെ ചില കേന്ദ്രങ്ങളിലും മിഡിൽ ഈസ്റ്റിലെ ചില എയർ ബേസുകളിലുമായി സജ്ജീകരിക്കപ്പെട്ട വിധത്തിൽ കാണപ്പെടുന്നു എന്നാണ് ഈ റിപ്പോർട്ടുള്ളത്. കൂട്ടത്തിൽ ഇസ്രായേലിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ആക്രമണം അനിവാര്യമാണ്, അത് ഒഴിവാക്കാൻ ഒരു ശക്തിക്കും പറ്റില്ല. മാത്രമല്ല 1-2 ദിവസം കൊണ്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രം ആക്രമണം നടത്തി തിരിച്ചു പോകുന്ന വിധത്തിലല്ല ഇത്തവണ സജ്ജീകരിച്ചിരിക്കുന്നത്. വളരെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന, ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന അതിശക്തമായ ആക്രമണമായിരിക്കും എന്ന അർത്ഥത്തിൽ റിപ്പോർട്ടുകൾ വന്നതായി ഇസ്രായേലിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ പറയുകയാണ്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ നമുക്ക് കാണാം. പ്രത്യേകിച്ച് ജോർദാനിലെ എയർബേസിലൊക്കെ 100-ലധികം വിമാനങ്ങൾ ഇങ്ങനെ പ്രത്യേകിച്ചുള്ള ആയുധങ്ങളുമായി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പലപ്പോഴും ഇതൊന്നും വിശ്വസിക്കാൻ നമുക്ക് തോന്നുന്നില്ല. കാരണം 1-2 സമാധാന ചർച്ചകൾ മുന്നോട്ട് പോവുകയും അത് നല്ലതാണെന്ന അർത്ഥത്തിൽ 2 കൂട്ടരും പറയുകയും അമേരിക്കയുടെയും ഇറാൻ്റെയും ഉന്നത വൃത്തങ്ങൾ ഇക്കാര്യത്തിൽ ശുഭപ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഈ സൈനിക വിന്യാസം വരികയും അതിൻ്റെ കൂടെ ചില ആളുകൾ ഇങ്ങനെ പറയുകയും ചെയ്യുന്നതിലെ പൊരുത്തക്കേട് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും പ്രത്യേക പരിശീലന പരിപാടി ഇറാനിലെ ഗാർഡുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ടെഹ്റാനിൽ നിന്നും റിപ്പോർട്ട് വരികയാണ്. ഈ റമദാനിൽ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു എന്ന വിധത്തിലാണ് ഈ കരുതലുകളൊക്കെ എന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും മാത്രമേ നമുക്ക് കഴിയൂ. വിമാനങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇതും കൂടി അറിയണം. എത്തിഹാദ് എയർവേസ് പ്രതീക്ഷാ നിർഭരമായൊരു വാർത്ത പുറത്തുവിടുന്നു. 2030 വരെയുള്ള 5 വർഷം, 2026, 27, 28, 29, 30 ഈ എല്ലാ വർഷങ്ങളിലും ഒരു വർഷം 3000 പേരെങ്കിലും ജോലിക്കെടുക്കും എന്നാണ് പറയുന്നത്. വളരെയധികം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എത്തിഹാദ് എയർവേസിൻ്റെ ഫ്ലൈറ്റും നെറ്റ്വർക്കും ഒക്കെ. അതിനനുസരിച്ച് ജീവനക്കാരെയും കൂട്ടുകയാണ്. നമ്മുടെ ആളുകൾക്കും നല്ല തൊഴിൽ കിട്ടട്ടെ. ദുബായിയുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ഈ റമദാൻ ആകുമ്പോൾ ഒരുപാട് പ്രൊമോഷനുകൾ, ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ ഇതൊക്കെ ഇങ്ങനെ മാർക്കറ്റിൽ അലയടിക്കുകയാണ്. ഇതനുസരിച്ച് പല ആളുകളും എക്സ്ട്രാ പോയി വാങ്ങി വയ്ക്കും, ഇത് പിന്നെ കിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ ഓവറായിട്ടൊന്നും വാങ്ങി വെക്കേണ്ട കാര്യമില്ല. എല്ലാം കൃത്യമായിട്ടുള്ളത് തന്നെയാണോ, വില കൂട്ടിയിട്ട് കുറയ്ക്കുന്നതാണോ, ഇത് നല്ല വില കുറച്ച് തരുന്നത് തന്നെയാണോ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വാങ്ങിയാൽ മതിയെന്നാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ഇക്കാര്യം സാധനങ്ങൾ വാങ്ങാൻ പോകുന്നവരുടെ മനസ്സിലുണ്ടാകട്ടെ. എല്ലാ വർഷവും ഞങ്ങൾ പറയുന്ന വാർത്ത ഇത്തവണയും പറയേണ്ടി വരികയാണ്. ദുബായിൽ മാത്രം 25-ലധികം യാചകരെ, അത് കരുതിക്കൂട്ടി വന്നിരിക്കുന്ന യാചകരെ, യഥാർത്ഥ യാചകരൊന്നുമല്ല, വിസിറ്റ് വിസയിലൊക്കെ വന്നിട്ട് നല്ല കാശുണ്ടാക്കാൻ വേണ്ടി യാചനാവൃത്തി തിരഞ്ഞെടുത്തുകൊണ്ട് ദുബായിലെ തെരുവീഥികളിൽ നിൽക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ദുബായ് പോലീസ്. അതിൽ പല ആളുകളുടെയും ആസ്തി കേട്ടാൽ ഞെട്ടുന്ന വിധമാണ്. നല്ല സമ്പത്തുള്ളവരാണ്, എല്ലാ സൗഭാഗ്യങ്ങളിലും കഴിയുന്നവരാണ്. ഒരു തൊഴിലെന്ന രൂപത്തിൽ ഒരു റാക്കറ്റിൻ്റെ ഭാഗമായിട്ടോ അല്ലാതെയോ ഈ ഒരു മാസം കൊണ്ട് വലിയ കാശുണ്ടാക്കി പിരിയാം എന്ന അർത്ഥത്തിൽ ദുബായിൽ വന്നിട്ട് ഈ യാചകവൃത്തി അനുഷ്ഠിക്കുന്നതാണ് എന്ന് പോലും ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന കാശ്, കിടക്കുന്ന 5 സ്റ്റാർ ഹോട്ടലുകൾ, അവിടെ മെത്തക്കടിയിലൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാശ്, ഇതൊക്കെ കണ്ടെടുക്കുമ്പോഴാണ് അറിയുന്നത് ഇത്രയും വലിയ ധനമാണല്ലോ റമദാനിൽ ഉണ്ടാക്കിക്കൊണ്ടു പോകുന്നത്. ആളുകളുടെ സഹാനുഭൂതിയും ദീനാനുകമ്പയും മുതലെടുത്തുകൊണ്ട് പല ആളുകളും ഇങ്ങനെ പിരിവിന് വേണ്ടി വരുന്നു എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. അറസ്റ്റ് നടക്കുന്നു, ജയിൽവാസത്തിലേക്ക് പോകുന്നു. Night updates supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Aryan Bakers, eLessons.net, Kisa Floor Mills, Best Express Cargo, Fira Foods, Dhanvantari Ayurveda, Alusud Cargo, Gold Star Rent a Car, Dr. Rasina Ayurvedic Clinic, Ain Golden Diamonds, Choco World, Abu Dhabi.